अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः। ॐ श्रीनारायण परमगुरवे नमः। ഗുരുപാദങ്ങളിൽ പ്രണാമം. SNDSന്റെ സംഘാടക സാരഥ്യങ്ങൾക്ക് ഏവർക്കും വന്ദനം. ശ്രോതാക്കളായി എത്തിയിരിക്കുന്ന ആത്മജിജ്ഞാസുക്കൾക്ക് പ്രണാമം. ദൈവദശകത്തിൻ്റെ 8ാമത്തെ മന്ത്രമാണ് നമുക്ക് ഇന്ന് വിചാരം ചെയ്യാനുള്ളത്. 7ാമത്തെ ശ്ലോകത്തിൽ അഥവാ മന്ത്രത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തെ പറഞ്ഞു. നീ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന് പറഞ്ഞു. ദൈവം ഉണ്മയാണ്, അറിവാണ്, ആനന്ദമാണ്. ആ ദൈവം കാലത്രയങ്ങൾക്കും കാലത്രയങ്ങളായിരിക്കുന്നതും നീ തന്നെയാണ്. ഇനി നിന്നെ പുകഴ്ത്താൻ ഉപയോഗിക്കുന്ന ആ മൊഴിയായിരിക്കുന്നതും നീ തന്നെയാണ് എന്ന് പറഞ്ഞു. സർവം ഖലുദം ബ്രഹ്മ, സർവവും നീ തന്നെ, നീയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ 8ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. 8ാമത്തെ ശ്ലോകം ആ സത്യസ്വരൂപൻ്റെ സർവവ്യാപിത്വം, എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ ഗുണത്തെ, സർവവ്യാപിത്വത്തെ പറയുകയാണ് 8ാമത്തെ ശ്ലോകത്തിലൂടെ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക. പിന്നെ ചൊല്ലിയത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ആലാപന മത്സരമൊക്കെ വരുന്നുണ്ട്. പുകഴ്ത്തുന്നു എന്ന് ദീർഘം ഇല്ല. അതുപോലെ ആർന്നാന്ന് കേൾക്കുന്നുണ്ട്. മഹിമാവാർന്ന ഒറ്റ പദമാണ്. അപ്പോൾ അവിടെയൊക്കെ ആലാപനത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സായുജ്യമല്ല സായുജ്യം. അപ്പോൾ ഈണം കുറച്ച് കുറഞ്ഞാലും അക്ഷരത്തെറ്റില്ലാതെ പദങ്ങൾ പിരിക്കുന്നിടത്ത് വളരെ കൃത്യമായി പിരിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അർത്ഥം ഭംഗമില്ലാതെ ആശയത്തിലേക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ദൈവദശകം തന്നെ ചൊല്ലി ഒന്ന് കറക്റ്റാക്കാൻ തന്നെ ഒത്തിരി എങ്ങനെയൊക്കെ ചൊല്ലിയാലും അതിൽ നമുക്ക് ദൈവദശകം തെറ്റുകൾ കടന്നുകൂടും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ഓരോ പദങ്ങളും മനസ്സിലാക്കി മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത് ദൈവം സത്യവും ജ്ഞാനവും ആനന്ദവുമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സത്യസ്വരൂപനായ ഈശ്വരനെ സർവസമർപ്പണം ചെയ്യണം എന്ന് പറയുകയാണ്. ഈശ്വരൻ്റെ സ്വരൂപം അറിയണം. കാരണം ജ്ഞാനം അതിലൂടെ മാത്രമേ ഭക്തിയിലെത്താൻ പറ്റൂ. നമ്മൾ ഒരാളെ സ്നേഹിക്കണം, എപ്പോഴും പറയാറുള്ളതാണ്, ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അയാളെ വ്യക്തമായി അറിയണം അല്ലേ. അറിയാതെ നമ്മൾ ബാഹ്യമായി അവരെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ ആ ഇഷ്ടത്തിന് അത്ര ആയുസ് ഉണ്ടാകത്തില്ല. ഇവിടെ ഈശ്വരൻ എന്താണെന്ന് വളരെ വ്യക്തമായും ആഴത്തിലും മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഈശ്വരനെ സമർപ്പണം ചെയ്യാൻ ഒരാൾക്ക് സാധ്യമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയിൽ ഈശ്വരനെ കൂടെ ചേർക്കും. അതല്ല ഈശ്വരൻ. അങ്ങനെ എടുക്കേണ്ട ഒന്നല്ല സ്വരൂപം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് വിചാരം ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് ദൈവദശകം തീരുവാണ്. അപ്പോൾ ഏകദേശം ഒരു ആശയം ഇന്നത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വത്തെ പറയുന്നത്? എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. ദൈവമല്ലാതെ മറ്റൊന്നും ഇവിടെയില്ല, അല്പം പോലും പലതില്ല. ഇത് അവിടെയും ഇവിടെയും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വെറുതെ ഒരു കൃതി കേൾക്കുന്ന പോലെ ഇരുന്ന് കേൾക്കരുത്. വളരെ ധ്യാനാത്മകമായിട്ട് ഇത് നമ്മളെക്കുറിച്ചാണ് പറയുന്നത്, ഞാൻ ജീവിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ചാണ് പറയുന്നത്, ഞാൻ ഇന്ന് സത്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഉള്ളിലേക്ക് ധ്യാനം ചെയ്യണം. കാരണം ദൈവദശകത്തിൻ്റെ ഓരോ ശ്ലോകവും ഓരോ ധ്യാനമാണ്. അപ്പോൾ പറയണം, അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന
ആ ദൈവമഹിമ, ആ ദൈവമഹിമ തന്നെയാണ് എന്നിലും നിന്നിലും സമസ്തയിലും നിറഞ്ഞിരിക്കുന്നത്. ഒരു പുൽക്കൊടിയിൽ മുതൽ, ഒരു കുഞ്ഞുറുമ്പ് മുതൽ, ഒരു പുഴുവിൽ മുതൽ, ഈ മുറ്റത്ത് കിടക്കുന്ന മൺതരിയിൽ മുതൽ, കല്ലിൽ മുതൽ, മരത്തിൽ മുതൽ സർവത്തിലും ശക്തിയായി സ്പന്ദിക്കുന്നുണ്ട് ഈശ്വര ചൈതന്യം. ഇത് കൃതി പഠിക്കുന്നത് പോലെ പഠിക്കാതെ, വെറുതെ നിങ്ങൾ വാക്കുകളുടെ അർത്ഥം പഠിക്കുന്നത് പോലെ പഠിക്കാതെ, അതൊന്നും മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക. ഈശ്വരനല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. നമ്മൾ തൻ്റെ സഹജീവികളെ കൊന്നിട്ട് കൈ കൊട്ടി ആർത്ത് ചിരിക്കുമ്പോൾ, വേദന കണ്ട് മരിച്ചു കിടക്കുന്ന ശരീരത്തെ നോക്കിപ്പോലും കൈകൊട്ടി ആർത്ത് ചിരിക്കുന്ന മനുഷ്യൻ്റെ ഒടുങ്ങാത്ത തമോ ഗുണം, അതിനൊക്കെ കുറച്ചൊന്നൊരു പരിഹാരമാണ് സർവ്വതിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ കാണുമ്പോൾ. അപ്പോൾ ദൈവദശകം ഒരു ധ്യാനമായി നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വന്നാൽ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആസുരഭാവങ്ങൾക്കൊക്കെ ഒരു കുറവ് കിട്ടും. അപ്പോൾ ഏതോ മതവിശ്വാസികൾക്കും യാതൊരു സങ്കോചവുമില്ലാതെ അവരവരുടെ ദൈവത്തിനെ ദൈവദശകം എന്ന പ്രാർത്ഥനയിലൂടെ പാടി പുകഴ്ത്താവുന്നതാണ്. കാരണം ഇത് പ്രപഞ്ചശക്തിയെയാണ് പറയുന്നത്, ബ്രഹ്മശക്തിയെയാണ് പറയുന്നത്. ആ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്തയിലും തുടിക്കുന്നത്. അത് ഹിന്ദുവിൻ്റെ ദൈവമോ ഇസ്ലാമിൻ്റെ ദൈവമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ദൈവമോ അല്ല. ഇതിനെല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന ജഗദീശ്വരനെയാണ് നമ്മൾ സ്തുതിക്കുന്നത് എന്ന് അറിയണം. ഓരോ മന്ത്രങ്ങൾ മന്ത്രം പഠിച്ചു പോകുമ്പോഴും നമ്മൾ അതിലേക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിൽ വരണം. അതായത് ബോധഹീനന്മാരായ നമ്മളെപ്പോലെയൊക്കെയുള്ള ആളുകൾ, അവർക്ക് ബോധമുണ്ടാകട്ടെ എന്ന് കരുതി ആണ് ഗുരു വാക്കുകൾ കൊണ്ട് പുകഴ്ത്താനാവാത്ത, പറയാനാവാത്ത ആ സത്യത്തെ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു തരുന്നത്. അതായത് ദൈവദശകം രചിക്കുന്ന കാലഘട്ടത്തിലെ കുഞ്ഞുമക്കൾ, അവരെ പല വിധത്തിലും അനാഥത്വം അനുഭവിച്ചുകൊണ്ട് തെരുവിൽ കഴിഞ്ഞിരുന്ന കുട്ടികളെ ഗുരു കൊണ്ടുവന്നിട്ട് അവരെ പഠിപ്പിക്കുമ്പോൾ അവരിത് കേൾക്കുവാൻ എത്ര ഭാഗ്യം സിദ്ധിച്ചവരാണ്. ഒരുപക്ഷെ ഇത്രയും ദാർശനികമായ ഒരു പ്രാർത്ഥന അവരുടെ മുന്നിലേക്ക് ഗുരു വയ്ക്കുമ്പോൾ അവർ നമ്മളെക്കാളൊക്കെ എത്ര ഉയർന്നതായിരുന്നു ആ കുട്ടികളെന്ന് ആലോചിച്ചു നോക്കും. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? കാരണം ഇത്രയും ആഴത്തിലുള്ള ഒരു ദാർശനിക കൃതി ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും ചൊല്ലാനും ഗുരു രചിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോഴും നമ്മൾക്ക് ദൈവദശകം എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. ഓരോ മന്ത്രങ്ങളും ഇപ്പോഴും നമുക്ക് ഇനി എത്ര പ്രാവശ്യം കേട്ടാലാണ് അത് നമ്മുടെ ഉള്ളിലേക്കൊന്ന് ഉറക്കുക, അല്ലേ? അപ്പോൾ അന്നത്തെ കാലത്തെ ഗുരുവിൽ നിന്ന് ഗ്രഹിച്ച കുട്ടികൾ എത്ര ഭാഗ്യവാന്മാരായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പറഞ്ഞു, പുകഴ്ത്താൻ ദൈവത്തെ, നമ്മളിതിൽ ഓരോ വാക്കും പഠിക്കുമ്പോൾ ഓർക്കണം, ദൈവത്തെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവില്ല, പുകഴ്ത്താനാവില്ല. മനസ്സാന്ന മനുതേ എന്ന് പറഞ്ഞ മനസ്സുകൊണ്ട് ഇതിനെ മരണം ചെയ്യാൻ പറ്റില്ല. കാരണം മനസ്സിന് പ്രവർത്തിക്കണമെങ്കിൽ ഇവൻ വേണം. അപ്പോൾ വാക്കുകൊണ്ട് ഇതിനെ പറയാൻ പറ്റില്ല. കാരണം എന്താ? വാക്കിന് ചലിക്കണമെങ്കിൽ ഈ ചൈതന്യം വേണം. അപ്പോൾ അതിനപ്പുറമായ സത്യമായതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഗുരു അത് പറയുക എന്തിനാന്ന് വെച്ചാൽ ബോധഹീനന്മാരായ, നേരത്തെ പറഞ്ഞ പോലെ ആളുകൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഈ സത്യത്തെ ഈശാവാസ്യ ഉപനിഷത്ത്, ഒരു നമുക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടുള്ള ഒരൊറ്റ ഉപനിഷത്താണ് യജുർവേദത്തിൽ അന്തർഗതമായിരിക്കുന്ന ഈശാവാസ്യ ഉപനിഷത്ത്. ഉപനിഷത്ത് അറിയാം, സംസ്കൃത ഭാഷയിലാണ് ഉപനിഷത്തുള്ളത്. അത് ഗുരു മലയാള ഭാഷയിലേക്ക് ആദ്യത്തെ ഉപനിഷത്ത്, അതായത് 10 ഉപനിഷത്തുക്കളിൽ ശങ്കര ഭഗവത്പാദർ 10 ഉപനിഷത്തുക്കൾക്ക് ഭാഷ്യം രചിച്ചിട്ടുണ്ട്, വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ഉപനിഷത്താണ് ഈശാവാസ്യം, ദശോപനിഷത്തിൽ. ആ ഈശാവാസ്യ ഉപനിഷത്ത് തുടങ്ങുന്നത് തന്നെ ഈ അകവും പുറവും തിങ്ങുന്ന മഹിമാവിനെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ദൈവോപനിഷത്തെന്ന് പറഞ്ഞു. ദൈവദശകത്തിൻ്റെ ദർശനം ഉപനിഷത്ത് സാരമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈശാവാസ്യ ഉപനിഷത്ത് അങ്ങനെ തന്നെ, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതുകൊണ്ടു നീ ചരിക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം.
ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട്, ഈശൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവം തന്നെ, ജഗതീശ്വരൻ ജഗത്തിലെല്ലാം, ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും ആവസിക്കുക എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നീയും അത് തന്നെ. ആ സമസ്ത ചരാചരങ്ങളെ പോലെ തന്നെ ഒരു കുഞ്ഞ് അണു ആയിട്ട് നിന്നിലും സ്പന്ദിക്കുന്നത് ഈശ്വരൻ തന്നെ. അങ്ങനെ അതുകൊണ്ട് നീ ചരിക്കമുക്തനായി, ഇവിടെ സർവവിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും മുക്തനായിട്ട് നീ ഇവിടെ ജീവിക്കുക. ആശിക്കരുതാരുടെയും ധനം. നമ്മൾ എന്തെങ്കിലും സമ്പാദിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത് എൻ്റെ ധനമാണെന്ന് എന്തെങ്കിലും അഹങ്കാരം നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞേക്കുക. കാരണം ഇവിടെ ഉള്ളതെല്ലാം ഈശ്വരൻ്റെയാണ്. അത് നമ്മളിവിടെ സമർപ്പിച്ചിട്ട് തന്നെ പോകും, നമ്മൾ എന്ത് നേടിയിട്ടുണ്ടോ. അപ്പോൾ അവിടെ പറയുകയാണ്, ഗുരു തർജ്ജമ ചെയ്തപ്പോൾ ഉപനിഷത്ത് ഋഷിയുടെ അതേ ദർശനം തന്നെ എടുത്തുകൊണ്ട് ഗുരു പറയുകയാണ്, നമുക്ക് ആവശ്യത്തിന് മാത്രം ഈ ഭൂമിയിൽ നിന്ന് എടുക്കുക, സമസ്തവും എൻ്റേതെന്ന് കരുതി വെട്ടിപ്പിടിച്ച് വെക്കാതെ ആവശ്യമുള്ള ആഹാരത്തിന് ആവശ്യമുള്ള, അന്നത്തിന് ആവശ്യമുള്ള, പാർപ്പിടത്തിന് ആവശ്യമുള്ള, ജീവിത സൗകര്യങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. അതാണ് ഒരു തത്വം നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ സ്വത്തിന് വേണ്ടി തല്ല് ചാകുന്ന, അല്ലെ, അച്ഛനും അമ്മയെയൊക്കെ പോലും വെട്ടിക്കൊല്ലുന്ന, അതുപോലെ സ്വത്താണ് ജീവിതം എന്ന് കരുതി ജീവിക്കുന്ന, ബാങ്ക് ബാലൻസ് മാത്രമാണ് ഞാനെന്ന് കരുതുന്ന ആളുകൾക്കൊക്കെ ഉള്ളൊരു ഈ ചിന്തിക്കാനുള്ള വകയുണ്ട് ഇതിൽ, ഈ ശാമാസ്യ ഉപനിഷത്തിൽ, അല്ലേ. അത് തന്നെയാണ് ഗുരുവും പറഞ്ഞിരിക്കുന്നത്, അകവും പുറവും തിങ്ങുന്ന മഹിമാവാർന്ന നിൻപദം. മഹിമാവോട് കൂടിയ, അകവും പുറവും നിറഞ്ഞിരിക്കുന്ന, മഹിമാവാർന്ന, മഹിമാവോട് കൂടിയതാണ് നിന്റെ പദം. നിന്റെ പദം എന്ന് പറഞ്ഞാൽ നിന്റെ സ്വരൂപം എന്നർത്ഥം. നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു, രൂപമില്ലാത്ത ഈശ്വരൻ, അല്ലേ. ഈശ്വരൻ കണ്ണില്ലാതെ കാണുകയും, മൂക്കില്ലാതെ മണക്കുകയും, ത്വക്കില്ലാതെ സ്പർശിക്കുകയും, ചെവിയില്ലാതെ കേൾക്കുകയും, നാവില്ലാതെ രുചിക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത് സ്വരൂപനാണ് എന്ന് ഗുരു ആത്മവിലാസത്തിൽ നമ്മളോട് പറഞ്ഞു തന്നു. ഈശ്വരൻ്റെ സ്വരൂപം അങ്ങനെയാണ്. ആ ഈശ്വരനെയാണ് നമ്മൾ ഓരോ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഗുരു നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നു. അതൊക്കെ പ്രതീകങ്ങളാണ്. ആ പ്രതീകങ്ങൾ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള സ്വരൂപത്തെ തെളിയിക്കുന്നതിന് ഒരു ഉപാധി മാത്രമാണ് വിഗ്രഹങ്ങൾ. ആ ഉപാധിക്കപ്പുറം നമ്മളിലേക്ക് തന്നെ എത്തേണ്ടതുണ്ട്. അതാണ് ഈശ്വരഭക്തി. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിനു മുമ്പെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു. ആവസിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നീ മുക്തനായി ചരിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു ഈശ്വരൻ, ദൈവം. അപ്പോൾ ഇതൊക്കെ നമുക്ക് വാക്കുകൊണ്ട് പഠിക്കാമെന്നല്ലാതെ ആനുഭൂതികമായി അറിയണമെങ്കിൽ ഗുരു പറഞ്ഞ പോലെ ഓർക്കണം, വെറുതെ ചിന്തിക്കുക, ഇരുന്നു കൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നൊന്ന് ചുമ്മാ ധ്യാനിച്ചാൽ മതി. നമുക്ക് പതുക്കെ പതുക്കെ തെളിഞ്ഞു വരും. അപ്പം നമ്മൾ അകത്താണോ പുറത്താണോ എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പം പിടിച്ച ചോദ്യമാണ്. വളരെ വിഷമമാണ്, അകത്താണോ പുറത്താണോ. ഇപ്പം ഞാനിരിക്കുന്നത് ഈ മുറിയുടെ അകത്താണെന്ന് പറഞ്ഞാൽ ഈ മുറിക്ക് ചുറ്റും ഒരു മതിലുണ്ട്, ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തിക്കുള്ളിലാണ് ഞാൻ വരും. ഇനി ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്ത് ഹോളിൽ ഇറങ്ങി നിൽക്കുവാണെങ്കിൽ പറയും വീടെന്ന ഭിത്തി അതിൻ്റെ ചുറ്റിനുള്ളിലാണ്, പരിധിയിലാണ് ഞാൻ വരുന്നത്, വീടിൻ്റെ ചുറ്റുഭിത്തിയിലാണ് വരുന്നത് എന്ന് പറയും. ഇനി ഞാൻ വീടിന് പുറത്തിറങ്ങി നിന്നാൽ പറയും ഞാൻ ഗേറ്റിൻ്റെ ആ ഒരു പരിധിക്കുള്ളിലാണ് നിൽക്കണമെന്ന് പറയും. ഇനി ഗേറ്റിന് പുറത്തിറങ്ങിയാൽ പറയും ഞാൻ ഈ വാർഡിൻ്റെ ഉള്ളിലാണ്, അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഞാൻ ഈ പഞ്ചായത്തിൻ്റെ ഉള്ളിലാണ്, അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഞാൻ ജില്ലയുടെ ഉള്ളിൽ, സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ, രാജ്യത്തിൻ്റെ ഉള്ളിൽ, അങ്ങനെ 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 പോകും, അല്ലേ. അപ്പോൾ അകപുറങ്ങൾ ഒരു ഉപാധിയെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അറിവിന് അകവും പുറവും ഇല്ല എന്ന് ആദ്യം അറിയാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, വാക്കുകൾ കൊണ്ട് പറയാനാവാത്ത സത്യത്തെ, വാക്കുകൾക്ക് അതീതമായ സത്യത്തെ നമ്മൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ആ ദൈവം എന്താണെന്നും ആ ദൈവത്തിനെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടതെന്നും ഒക്കെ ഗുരു പറഞ്ഞു തരികയാണ്. നമുക്കൊരു വാക്കുകൾ എടുത്ത് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യാഖ്യാനങ്ങൾക്കും വിശദീകരണങ്ങൾക്കും ഒക്കെ അപ്പുറമാണ് ദൈവദശകം.
അപ്പോൾ നമ്മൾ പറഞ്ഞു ആ സത്യത്തെ അകവും പുറവും തിങ്ങുന്നതാണെങ്കിൽ ആ സത്യത്തെ എവിടെ അന്വേഷിക്കണം? പുറത്ത് അന്വേഷിച്ചാൽ കിട്ടൂല. കാരണം പുറത്ത് ശാസ്ത്രലോകം ദശകങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ പുറത്തുനിന്ന് കിട്ടിയത് ഒരു ദൈവഗണം മാത്രമാണ്. ദൈവഗണമാണ് പ്രപഞ്ചത്തിൻ്റെ കാരണം. ഹിഗ്സ് ബോസോൺ ആണ് കിട്ടിയത്, അല്ലെ? അതിന് ദൈവഗണം എന്ന് പേരിട്ടു. അപ്പോൾ ദൈവഗണവും ഈ പ്രപഞ്ചത്തിലെ മറ്റ് വസ്തുക്കളെ പോലെ തന്നെ ഉണ്ടായി നിലനിന്ന് മറയുന്നതാണ്. അപ്പോൾ പുറത്ത് അന്വേഷിച്ചാൽ കിട്ടില്ല, ഇത് അകത്ത് തന്നെ തിരയണം. അകത്ത് തിരയുമ്പോഴാണ് കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതുമ്പോഴാണ് നിന്റെ പ്രാണസ്പന്ദനങ്ങൾക്കും അപ്പുറം നിന്ന് എരിയുന്ന, ജ്വലിക്കുന്ന, പ്രകാശിക്കുന്ന ആ ആത്മചൈതന്യത്തെ നിനക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അനുഭൂതികമായി അറിയാൻ പറ്റും. കാരണം നമ്മളിൽ തന്നെ ഇരിപ്പുണ്ട് വെളിച്ചം. എത്ര പുറത്ത് വിളക്ക് കത്തിച്ചിട്ട് ഒരു കാര്യമില്ല. ആത്മവെളിച്ചം കത്തിക്കണം. ആത്മദീപോ ഭവ എന്ന് പറയും. ആത്മദീപം പ്രകാശിക്കണം. അതിന് നമ്മൾ പുറത്തേക്ക് നോക്കി മാത്രം നടന്നാൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഗുരു പറയണത്, ആത്മോപദേശ ശതകം തുടങ്ങുമ്പോൾ തന്നെ പറയുകയാണ്, കരുവിന് അറിവിലുമേറി അറിഞ്ഞിരുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും. കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടണം എന്ന് ഗുരു പറഞ്ഞത് അതുകൊണ്ടാണ്. ഉള്ളിൽ തിരയുമ്പോൾ, ആ ഉള്ളിലുള്ളതിനെ അനുഭൂതികമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പുറത്തുള്ളത് അതിൻ്റെ തന്നെ പ്രകടനങ്ങളാണെന്ന്. കാരണം ബോധമില്ലാതെ ഒരു വസ്തുവും പ്രതിബിംബിക്കില്ല. ഇപ്പം ഞാൻ ഈ മൊബൈൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ബോധത്തിലാണ് ആ മൊബൈൽ ഉണ്ടെന്ന് പ്രതിബിംബിച്ചത്. പുറത്തുള്ള എല്ലാ വസ്തുക്കളും അറിയാനൊരു ബോധം വേണം. ബോധമില്ലെങ്കിൽ ഒരു വസ്തുവിനെയും ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്തിരി ദാർശനിക ഭാവമാണ്, ദാർശനിക തലമാണ്. അത് പോകെ ഇനിയുള്ള കൃതികളൊക്കെ പഠിച്ച് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം ക്ലിയർ ആവുകയുള്ളൂ. എന്തായാലും ഇച്ചിരി ഒരു വെളിച്ചം കിട്ടിയാൽ അതിലൂടെ നമുക്ക് മറ്റിലേക്കൊക്കെ പോകാനൊരു ചെറിയ താക്കോല് നമുക്ക് കിട്ടും. അപ്പോൾ പറഞ്ഞു വന്നത്, സത്യം അറിഞ്ഞിരിക്കുന്നത് എല്ലാവരുടെയും ഉള്ളിലാണ്. ഈശ്വരനെ തേടി നാട് മുഴുവൻ തേടി നടക്കുമ്പോൾ നിന്റെ ഉള്ളിലിരിക്കുന്ന വിലമതിയാത്ത വിളക്ക് സാക്ഷിയായിട്ട് ഒരു പ്രകാശം നിന്നിൽ എരിയണുണ്ട്. നീ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഒക്കെ ആ വിലമതിയാത്ത വിളക്ക് നിന്ന് കത്തുന്നുണ്ട്, എരിയുന്നുണ്ട് സാക്ഷിയായിട്ട്. ആ വിളക്ക് എരിയുന്നത് കൊണ്ടാണ് നിനക്ക് ഈ ലോകത്തെ അറിയാനും ചിന്തിക്കാനും ഒക്കെ സാധിക്കുന്നത്. ആ വിളക്കിനെ അറിയുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ശ്രേഷ്ഠജന്മമായ മനുഷ്യജന്മം സ്വീകരിച്ച് വന്നിരിക്കുന്നത്. പക്ഷെ ഒരാൾക്കും ആ വിലമതിയാത്ത വിളക്കിനെ അറിയണ്ട. അതാണ് ഗുരു പറഞ്ഞത്, ഇത് കണ്ടുപോയിടേണം. വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ല, ഇത് കണ്ടുപോയിടേണം. ഇതാരും കൊളുത്തിയതല്ല, ഇത് കൊളുത്താനോ കെടുത്താനോ പറ്റാത്ത വിളക്കാണ്. മറ്റ് വിളക്കൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കിടക്കാം, വിളക്കൊക്കെ ഓഫ് ചെയ്യുക. പക്ഷേ ഈ അകത്ത് ഇരിക്കുന്ന ആ കൊളുത്തി തെളിഞ്ഞിരിക്കുന്ന ആത്മദീപം, ആർക്കും കൊളുത്താനോ കെടുത്താനോ പറ്റാത്ത ആ ആത്മദീപം നമ്മളുടെ ചിന്തകളെ പോലും അറിഞ്ഞുകൊണ്ട് സർവസാക്ഷിയായി ഇങ്ങനെ ഉണ്ട്, അല്ലേ? ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും, പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും, അല്ല നിൽക്കും. വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ല, ഇത് കണ്ടുപോയിടേണം. ഈ ജന്മം ഇത് കാണാൻ പറ്റുമോ? ഇനി എത്ര ജന്മം ഉണ്ടെങ്കിൽ ഈ വിളക്കിനെ നമുക്ക് അറിയാൻ സാധിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ വെട്ടം തേടി നടക്കണോ, നാട് നന്നാക്കാൻ നടക്കണോ, മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കണോ? പക്ഷേ നമ്മളെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. എല്ലാവരും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവനവനിലേക്ക് തിരിയാനുള്ള കണ്ണ് മാത്രം, അകക്കണ്ണിൻ്റെ പ്രകാശം മാത്രം നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും കുറ്റമാണ്, എല്ലാം ശരിയല്ല. പക്ഷെ ആദ്യം നമ്മളെ ശരിയാക്കുമ്പോൾ തന്നെ എല്ലാം ആനന്ദമായി നമുക്ക് തോന്നും, അനുഭവപ്പെട്ടു തുടങ്ങും. പിന്നെ നമ്മൾ കാണുന്ന എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, അകവും പുറവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ അകത്ത് തന്നെയാണ് ആദ്യം അനുഭൂതികമാക്കേണ്ടത്.
അപ്പോഴാണ് ആ വെളിച്ചം തന്നെയാണ് പുറത്ത് നാമരൂപങ്ങളായും സർവ്വതുമായും പ്രകാശിക്കുന്നത് എന്ന് അനുഭൂതികമായി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഇത് വാക്കുകൊണ്ട് പറഞ്ഞ് പഠിക്കേണ്ട ഒന്നല്ല, അനുഭവിച്ചറിയേണ്ടതാണ്. പായസത്തിൻ്റെ മധുരം ഇന്നതൊക്കെയാണ്, ഇന്നതാണ് പായസം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല അല്ലേ, അത് അനുഭവിച്ചറിയണം. ഒരു കണക്ക് ബുക്ക്, ഒരു പ്രശസ്തനായ ഒരു മാത്തമാറ്റീഷ്യൻ നല്ലൊരു ഗ്രന്ഥം എഴുതി തന്നു കണക്കിൻ്റെ. നമ്മളിപ്പോൾ എന്താ ചെയ്യണം, ആ പുറംചട്ടയൊക്കെ ഭംഗിയായിട്ട് പുകഴ്ത്തി ആ മാത്തമാറ്റിക്സ് ഗ്രന്ഥം രചിച്ച ആളെയൊക്കെ ഒന്ന് പുകഴ്ത്തി അങ്ങ് പോവുക. അതിനകത്ത് അതൊന്ന് തുറന്നു നോക്കി ആ മുടിയൊന്ന് മാറ്റി അതിനകത്ത് എന്താണെന്ന് അനുഭവിച്ചും പഠിച്ചും അറിയാനൊന്നും നമ്മൾ ശ്രമിക്കാതെ, ഇപ്പം അങ്ങനെയാണല്ലോ, എല്ലാ പ്രഭാഷണങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നണം. ഗുരുവിനെ കുറിച്ച് പറയുന്നു, കരയുന്നു, കണ്ണീരൊലിക്കുന്നു, കഥ പറയുന്നു, സിദ്ധിവിശേഷങ്ങൾ പറയുന്നു. ഇതൊക്കെ പലപ്പോഴും ഓർക്കും, ഗുരു പറഞ്ഞത് അത്രയും മനുഷ്യന് പഠിക്കാനും നന്നാകാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഗുരുവിനെ ഉയർത്താൻ വേണ്ടി ഗുരുവിനെ പുകഴ്ത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചാൽ ഗുരു വിജയിക്കില്ല. പുകഴ്ത്തണ്ടെന്നോ പ്രാർത്ഥിക്കേണ്ടെന്നോ ഒന്നുമല്ല. ഗുരു പറഞ്ഞു തന്നത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, എൻ്റെ ദർശനത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ചരിത്രത്തിലപ്പുറം ഗുരുവിൻ്റെ ദർശനത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ആണ് കണ്ണീരും നമ്മൾ കരയിപ്പിക്കാനല്ല നോക്കുന്നത്, ആനന്ദം നിറഞ്ഞു പോകും നമ്മുടെ ഉള്ളിൽ. ഭഗവാനെ, അങ്ങ് എന്തെല്ലാം ഞങ്ങൾക്ക് തന്നു അല്ലേ, ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തിപ്പോയതല്ലാതെ ഞങ്ങൾ ഇതൊന്നും പഠിക്കാൻ ശ്രമിച്ചില്ല, അറിയാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് നടരാജഗുരുവിനോട് പറഞ്ഞത്, നമുക്ക് ആരുമില്ലല്ലോ തമ്പി എന്ന് പറഞ്ഞു. അപ്പം അതാണ് ഇതിലേക്ക് പഠിക്കാൻ ഇറങ്ങുന്നവർ അല്ലെങ്കിൽ ദർശനത്തിലേക്ക് ഇറങ്ങുന്നവർ വളരെ 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 കുറവാണ്. അപ്പോൾ അതിന് നമുക്ക് സാധിക്കണം. പഠിക്കുമ്പോൾ നമ്മൾ ഗുരുവിൻ്റെ ഇപ്പോൾ ഇവിടെ എടുത്ത തീരുമാനം നല്ല തീരുമാനം. അവർ അധികമൊന്നും പോയിട്ടില്ല, SNDSൻ്റെ ആളുകൾ അധികം വലിയ കൃതികളിലേക്ക് പോയിട്ടില്ലെങ്കിലും കൃതികൾ പഠിക്കണം എന്ന് ഇവിടെ നിന്ന് 1-2 നല്ല സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം വന്നു. അതെൻ്റെ മനസ്സിൽ നല്ലതായിട്ട് ടച്ച് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെടുത്ത് നമുക്കിത് പഠിക്കണം എന്നുള്ള ആ കൂട്ടായ്മയിൽ നമ്മളും ഒത്തുചേർന്നത് അല്ലേ. അങ്ങനെ ഒരു ആവശ്യം എവിടെ വരുന്നു, ഗുരു അത് നടത്തി തരും. അപ്പോൾ നമ്മൾ ജീവചരിത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഗുരുവിൻ്റെ. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് ഗുരുവിൻ്റെ ദർശനമാണ്. അതുകൊണ്ടാണ് സമൂഹത്തിനും നമുക്കും ഒക്കെ പ്രയോജനം ഉണ്ടാവുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങൾക്ക് ഒരു പരിഹാരം വേണ്ടേ? ഈ ജനന മരണ പെരുങ്കടലിൽ കിടന്ന് ജനിച്ചും മരിച്ചും എത്ര ഉദകപ്പോള പോലെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു. ഇനിയെങ്കിലും ഇതിൻ്റെ ഒരു അംശം അറിഞ്ഞുകൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് പോകണ്ടേ? നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സൂക്ഷ്മ ശരീരം നശിക്കില്ല. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ശരീരം, ബാഹ്യ ശരീരം കത്തിച്ചു കളയുമ്പോഴും ഈ സൂക്ഷ്മ ശരീരം, നമ്മുടെ പ്രാണനും മനസ്സും ഒന്നും നശിക്കില്ല. അത് മറ്റൊരു ശരീരത്തിലേക്ക് പ്ലേസ് ആകുന്നത് വരെയും ഉദാനപ്രാണന്റെ പ്രവൃത്തിയുണ്ട് അവിടെ. അപ്പോൾ അതിനെ നമ്മൾ പഠിപ്പിക്കണ്ടേ, മനസ്സിലാക്കിക്കണ്ടേ? കൂട്ടി വെച്ചേക്കണൊക്കെ സത്യം പറയാനൊക്കെ വാസനകളൊക്കെ ഒന്ന് കുറച്ച് സത്യമൊക്കെ പറഞ്ഞൊന്ന് പഠിപ്പിക്കണം. അതാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതൊക്കെ പഠിക്കുന്നത് അല്ല. എന്തിനാ ദൈവദശകമൊക്കെ പഠിക്കണേ? ചൊല്ലിപ്പോയാൽ പോരെന്ന് ചോദിച്ചാൽ ചൊല്ലിപ്പോയാൽ നമ്മുടെ അകം തെളിയോ? ഇല്ല. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങു ഭഗവാനെ ജയിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ഒരു ശ്ലോകം പറഞ്ഞായിരുന്നു, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും ഈശ്വര മഹിമയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നുണ്ട്, തത് അന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യത. അതായത് അത് എല്ലാത്തിനും, അത് ലോലമതലോലം, അത് ദൂരമതന്തികം, അത് സർവാന്തരം, അത് സർവത്തിനും പുറത്തുമാം. അത് സർവാന്തരം, ഈ ആത്മാവ് ദൈവം സർവാന്തരം, എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഇരുന്ന് പ്രകാശിക്കുന്നു. സർവത്തിനും പുറത്തുമാം, എല്ലാത്തിൻ്റെയും അകവും പുറവും ഈ ദൈവശക്തി ഈശൻ പ്രകാശിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് പറഞ്ഞ ഉപനിഷത്ത് ദർശനം. അങ്ങനെ തന്നെയാണ് ദൈവദശകത്തിൽ പറയുന്നത്. അപ്പോൾ പറയാണ്,
തദന്തരസ്യ സർവസ്യ. ഈശാവാസ്യം പറയുക, അത് ഈശൻ എല്ലാത്തിൻ്റെയും അകത്തുണ്ട്, എല്ലാത്തിൻ്റെയും പുറത്തുമുണ്ട്. അപ്പോൾ ഉപനിഷത്തിൻ്റെ അതേ മന്ത്രമാണ് ഉപനിഷത്ത് അങ്ങനെ തന്നെ എടുത്തു വച്ചിരിക്കുന്നതാണ് ദൈവദശകം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു രചിച്ചു കൊടുത്തപ്പോൾ അതിൽ എത്ര ഭംഗിയായിട്ടാണ് അറിയേണ്ട തത്വങ്ങളെ ചേർത്ത് വെച്ചത്. ആലോചിച്ച് നോക്കൂ, എന്തു കൊടുക്കുമ്പോഴും ശ്രേഷ്ഠമായത് തന്നെ കൊടുക്കണം. എന്തൊക്കെ നിഷേധിക്കപ്പെട്ടാലും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടാലും അല്ലേ, ജഗദീശ്വരൻ അവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് ആ പ്രാർത്ഥന എടുത്ത് ചൊല്ലിക്കൊടുത്തു. ഗുരു ചൊല്ലിക്കൊടുത്തത് കൊണ്ട് അത് അവരൊക്കെ ഈശ്വരപദത്തിലേക്ക് അണിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇന്ന് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ എത്ര ഭക്തി കൊണ്ട് നിറയുന്നെങ്കിലും ഇത് അനുഭവിച്ച കുട്ടികളുടെ ഭാഗ്യത്തെക്കുറിച്ച് എപ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. അപ്പോൾ സർവഭൂതവും ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവനെന്തുള്ളു നിന്ദ്യമായി. ഈ പ്രപഞ്ചത്തിലെ സമസ്തയിലും പൊരുളായിരിക്കുന്നു ഈശ്വരൻ. ഇനി ഓരോന്നെടുത്തു നോക്കിയാൽ അതിലും പൊരുളായിരിക്കുന്നു. സർവഭൂതവും ആത്മാവിൽ, എല്ലാ സമസ്ത ചരാചരങ്ങളിലും നിലകൊള്ളുന്നത് ആത്മശക്തിയിലാണ്. അതുപോലെ തന്നെ ഓരോന്നെടുത്തു നോക്കിയാലും അതിലൊക്കെ ഇരുന്ന് പ്രകാശിക്കുന്നത് ആത്മചൈതന്യമാണ്. സമഷ്ടിഗതമായി നോക്കിയാലും വ്യഷ്ടിഗതമായി നോക്കിയാലും ഈശ്വരാംശം കൊണ്ട് അകവും പുറവും നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ അകത്തും പുറത്തുമായി നിറഞ്ഞിരിക്കുന്ന ഈ ചൈതന്യത്തെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അതായത് അറിയാൻ സാധ്യമാകുകയില്ല. ഇന്ദ്രിയങ്ങൾക്ക് വരെ ശക്തിയായിരിക്കുന്നത് നീ തന്നെയാണ് എന്ന് ആദ്യം അറിയാം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതല്ല ആത്മാവിനെ. ഇന്ദ്രിയങ്ങളെയും അടക്കുമ്പോഴാണ്, അതാ ഗുരു പറഞ്ഞ കരുവിന് കണ്ണുകൾ 5 മുള്ളടക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് തെരുതര വീണു വണങ്ങി യോധനം. അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മതി. മറ്റെല്ലാ ചിന്തകളും മാറ്റി വെച്ചിട്ട് എന്ത് ജോലി ചെയ്യുമ്പോഴും എന്ത് ദുഃഖങ്ങൾ വരുമ്പോഴും നിന്നെ എടുത്ത് മനസ്സിലേക്ക് അങ്ങ് പിടിക്കുക. ഭഗവാനെ, നീ തന്നെയല്ലേ. ആ ചിന്ത നമ്മുടെ വാസനകൾ വന്നുപെടാതെ നമ്മളെ കുറേയൊക്കെ ആ ദുഃഖത്തിൽ കിടന്നിട്ട് അലയാതെ കുറച്ചൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. ഇനി ശരിക്കും പറഞ്ഞാൽ മനസ്സിൻ്റെ സങ്കല്പ വികല്പാത്മകതയായി വന്നതും ബുദ്ധിയുടെ നിശ്ചയാത്മകതയായി വന്നതും എല്ലാം ആത്മസ്വരൂപത്തിൻ്റെ ശക്തി തന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ അതിനുശേഷം പറയുകയാണ്, അടുത്ത വരിയിൽ പറയുകയാണ്, മഹിമാവാർന്ന അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. നിന്റെ പദം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞു നിന്റെ സ്വരൂപമാണ്. സ്വരൂപം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചാണ്, സച്ചിദാനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം. വേണമെങ്കിൽ നമുക്ക് സഗുണ ഉപാസകർക്ക്, ഒരു വിഗ്രഹത്തെ ഉപാസിക്കുന്നവർക്ക് ഭഗവാനെ സങ്കല്പിച്ചിട്ട് ഭഗവാന്റെ പാദങ്ങളാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. നമ്മളെ പോലെയുള്ള അജ്ഞാനികൾക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു രൂപം വേണം. അപ്പോൾ ആ ദൈവത്തിൻ്റെ പാദമാണ് എന്നും അർത്ഥവും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇവിടെ സ്വരൂപം എന്നുള്ള അർത്ഥമാണ് ദൈവദശകം എന്ന ദാർശനിക ഭാവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിൻ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം, നിന്റെ സ്വരൂപം, അതായത് സച്ചിദാനന്ദമാണ് നിന്റെ സ്വരൂപം, അതിനെ പ്രാപിക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് ഈശ്വരനെ നീ എന്ന് വിളിച്ചത് അല്ലേ? നിൻപദം, നിന്റെ പദം. അവിടെ ദൈവമേ എന്ന് വിളിച്ച അതേ ആദരവോടും ഭക്തിയോടും കൂടി തന്നെയാണ് നീ എന്ന് വിളിച്ചത് കേട്ടോ. അതേ കുറച്ചും കൂടി ഒന്ന് ഭഗവാനോട് അടുത്തു. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരെയല്ലേ നീ നിന്റെ എന്നൊക്കെ വിളിക്കാറ് അല്ലേ? വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി വിളിക്കുന്നത്. അപ്പോൾ ഭഗവാനോട് ചേർന്ന് വരുമ്പോഴാണ് ഞാൻ നീ തന്നെയാണ് എന്ന് അറിഞ്ഞു വരുമ്പോഴാണ് പറയുക നിന്റെ പദം, നിന്റെ സ്വരൂപം. ഏറ്റവും ആദരവോടുകൂടിയാണ് ആ സംബോധന കേട്ടോ. വളരെ ഭക്തിയോടുകൂടി തന്നെ ദൈവമേ എന്ന് വിളിച്ച പോലെ തന്നെയാണ് നീ എന്ന് വിളിക്കുന്നത് എന്ന് ഓർക്കണം. അതായത് അങ്ങ് ആദ്യം വിളിച്ചില്ലേ, ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്. ആ അങ്ങ് എന്ന് വിളിച്ച അതേ ആദരവ് തന്നെയാണ് നീ എന്നുള്ള പദവും ഇതിലും പ്രയോഗിച്ചിരിക്കുന്നത്.
അപ്പോൾ മഹിമാവാർന്ന എന്ന് പറഞ്ഞാൽ മഹത്വമാർന്ന. ആർന്ന എന്ന് ചൊല്ലുമ്പോൾ വേറെ കേൾക്കരുത് കേട്ടോ. മഹിമാവാർന്ന ഒറ്റ പദമാണ്, മഹത്വമാർന്ന. മഹത്ത് എന്ന വാക്കിന് സ്തുതിക്കപ്പെടേണ്ടത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്തുതിക്കപ്പെടേണ്ടത് എന്നുള്ള അർത്ഥം, പ്രകീർത്തിക്കപ്പെടേണ്ടത് എന്നുള്ള അർത്ഥം. ഇവിടെ ദൈവദശകത്തിൽ ഞങ്ങൾ എന്ന പദം 6 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ എണ്ണി നോക്കിക്കോ. ഞങ്ങൾ എന്ന പദം ഇവിടെ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും അല്ല, ഞാനും എൻ്റെ ഭാര്യയല്ല, ഞാനും എൻ്റെ ഭാര്യയും മക്കളും അല്ല, ഞാനും എൻ്റെ സമുദായവുമല്ല, അല്ലേ, ഞാനും എൻ്റെ സംസ്ഥാനവുമല്ല. ഈ പ്രപഞ്ചത്തിലെ സമസ്തയും, ഒരു കുഞ്ഞുറുമ്പ് മുതൽ പനിയുണ്ടിടുന്ന കൃമി വരെ സകലതും ഈ ഞങ്ങളിൽ പെടും. ഗുരു എപ്പോഴും അങ്ങനെ പറയും, ഞങ്ങൾ, അല്ലേ. അപ്പോൾ അവിടെ ആ ഒരു ഗുരുദർശനത്തിൻ്റെ അദ്വൈത പരതയാണ്, ഭഗവാന്റെ ഏകതാ ദർശനമാണ്, വിശ്വമാനവികതാ ദർശനമാണ് ഈ ഞങ്ങൾ എന്ന പദം. അതുകൊണ്ടാണ് 6 പ്രാവശ്യം ഗുരു ഞങ്ങൾ ഞങ്ങൾ എന്ന് ഉപയോഗിച്ചത്. നമ്മളൊക്കെ ഇപ്പം നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയിട്ട് ഒരു വീട് വെച്ച്, ഒരു ഗേറ്റും വെച്ച്, ഒരു നായക്കുട്ടിയെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെയും നമ്മൾ, ആ വീടിൻ്റെ അകത്തും പിന്നെയും നമ്മൾ ഒതുങ്ങിക്കൂടുക, ഓരോ മുറികളിൽ ഒതുങ്ങിക്കൂടുകയാണ്. ഒരു മുറിയും ഒരു മൊബൈലും ഉണ്ടെങ്കിൽ ജീവിതം തള്ളി നിൽക്കുകയാണ്. ഇപ്പോൾ മുഖത്തോട് മുഖം നോക്കി ഒന്ന് സംസാരിക്കാൻ പോലും ഇപ്പോൾ കുടുംബാംഗങ്ങൾ ആരും താല്പര്യപ്പെടാറില്ല. ഓരോരുത്തരും ഓരോരുത്തരുടെ ലോകത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പങ്കുവെക്കലുകളും പരസ്പരം സംസാരിക്കലുകളും ഒക്കെ കുറഞ്ഞു പോയപ്പോഴാണ് നമ്മുടെ മക്കളൊക്കെ പലതും തേടി പുറത്തേക്ക് പോകുന്നത്. കുടുംബത്തിലെല്ലാവരും ഇരിക്കുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ, രാത്രിയാണ് ഒരുമിച്ച് കൂടണമെങ്കിൽ ഒരു നേരമെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. ആ സമയത്ത് കലഹം ഉണ്ടാകുന്നതും ദേഷ്യം ഉണ്ടാകുന്നതും കുറ്റപ്പെടുത്തുന്നതുമായ സംഭാഷണങ്ങൾ മുഴുവൻ ഒഴിവാക്കുക. സന്തോഷമായി ആഹാരം കഴിക്കുക. നമ്മൾ ഒരുമിച്ച് കിട്ടുന്നത് ആ സമയത്തല്ലേ എന്നോർത്ത് ഉള്ള കണ്ട ഇതിൻ്റെ ദുഃഖത്തിൻ്റെ ഭണ്ഡാരം മുഴുവൻ അഴിക്കുന്ന സമയം അതാണ്. അങ്ങനെയല്ല, ആ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക. വളരെ ഭംഗിയായിട്ട് അവരവർക്ക് പറയാൻ, ഒരു വീട്ടിൽ 4 അംഗങ്ങളുണ്ടെങ്കിൽ 4 പേർക്കും ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങൾ അല്ലെങ്കിൽ അവരുടെ ക്ലേശങ്ങൾ ഈ 4 പേരുമായിട്ട് ഷെയർ ചെയ്യാൻ പഠിക്കുക. കുട്ടികൾ പ്രത്യേകിച്ച് നമ്മൾ കേൾക്കണം കേട്ടോ. കുട്ടികൾ എന്തെങ്കിലും സ്കൂളിൽ നിന്ന് പറയാനായിട്ട് വിശേഷങ്ങളായിട്ട് വരുമ്പോൾ ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്തരുത്. അവർക്ക് പറയാനുള്ള മുഴുവൻ അവർ പറയട്ടെ. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങളെ അവർ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുകയുള്ളൂ. പിന്നെ നിങ്ങളറിയാതെ അവരെങ്ങും പോവില്ല. മിക്കവാറും ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ കുട്ടികളാണ് കൂടുതലായിട്ടും പുറമേക്കുള്ള ബന്ധങ്ങളൊക്കെ തേടി പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരിടത്ത് ഒരു പ്രഭാഷണത്തിന് പോയ സമയത്ത് എന്നോട് അവർ ആവശ്യപ്പെട്ടതാണ്, അതായത് അതിൻ്റെ വിളിച്ച ആൾ ആവശ്യപ്പെട്ടത്, കുട്ടികൾ അസാൻമാർഗികമായ രീതിയിൽ പെൺകുട്ടികളൊക്കെ പോകുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കുട്ടികളെ പബ്ലിക്കായിട്ട് ഇട്ട് അമ്മമാർ ഉപദ്രവിക്കുന്നു, തല്ലുന്നു, വഴക്ക് പറയുന്നു, വീട്ടിൽ ഒറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കുട്ടികളുടെ ഹോർമോൺ ചേഞ്ച് വരുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഉള്ള വൈകാരിക ഭാവങ്ങൾക്ക് ഒത്തിരി മാറ്റം വരുന്നുണ്ട്. സെക്സ് ഹോർമോണും ഡോപ്പമിൻ ഹോർമോണൊക്കെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരിലേക്ക് മറ്റ് വികാരം ഇത്രയും നാൾ ഉണ്ടായിരുന്നെന്നും ഭിന്നമായി അവർ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് വീട്ടിൽ നിന്നുള്ള ഒരു പരിഗണനയും ഒരു സ്നേഹവും കൂടി ഇല്ലാതെ വരുമ്പോൾ അവർ പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം കൂടും. ഈ മാനസികാവസ്ഥയിലൂടെ നമ്മളുമൊക്കെ കടന്നുപോയിട്ടുള്ളതാണ്. ഇപ്പോൾ ആർക്കെങ്കിലും കുട്ടികൾ ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള സ്നേഹബന്ധത്തിലൊക്കെ കുടുങ്ങിയാൽ അവരെ പബ്ലിക്കായിട്ടിട്ട് വഴക്ക് പറയാതെ, കുടുംബത്തിൽ ഒരുമിച്ചിട്ട് അവരെ ഇതാക്കാതെ സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായി നമുക്ക് അവരൊന്നും അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ കുട്ടികൾക്കൊരു കൈത്താങ്ങായി നിൽക്കുക അച്ഛനമ്മമാരും. അപ്പോൾ എന്നിട്ട് അവരെ ഈശ്വരഭക്തിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ക്ഷേത്രദർശനത്തിനൊക്കെ പോകുമ്പോൾ ഒന്ന് കൈ പിടിച്ചുകൊണ്ട് പോവുക, ഒന്ന് തലയിലൊന്ന് തലോടുക, ഒരു ഉമ്മ കൊടുക്കുക കുട്ടികൾക്ക്, ഒരു നേരം കൈകൊണ്ട് ആഹാരം വായിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ സ്നേഹമൊക്കെ ഇട്ടിട്ട് അവർ പോവുമോ എവിടെയെങ്കിലൊക്കെ? അപ്പോൾ നമ്മളുടെ കയ്യിലുമൊക്കെ കുറേയൊക്കെ അശ്രദ്ധകളുണ്ട്. അപ്പോൾ ആ അശ്രദ്ധയൊക്കെ ഇനി മാറ്റി കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് ദൈവത്തിനെ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മോട് തന്നെ ചേർത്ത് നിർത്താം.
അതല്ലാതെ എന്താ പറയാൻ നമുക്കിപ്പോൾ? അപ്പോൾ പറയാണ്, അകവും തെർപ്പുറവും തെങ്ങും മഹിമാവാർന്ന നിൻപദം, അല്ല മഹത്വമാർന്ന നിന്റെ പദത്തെ ഞങ്ങൾ പുകഴ്ത്തുന്നു, അല്ലേ? അവിടെ അങ്ങ് ഭഗവാനെ ജയിക്കുക പറയുക, പുകഴ്ത്തുക. അതായത് പുകഴ്ത്താൻ പറ്റാത്തതിനെയാണ് പുകഴ്ത്തുന്നത് കേട്ടോ. ഈശ്വരനെ പുകഴ്ത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്നത് ഈശ്വരനെ പുകഴ്ത്തിക്കൊണ്ട് കിടക്കുന്നതാണ്. ഈശ്വരൻ പുകഴ്ത്തലുകൾക്കൊക്കെ അപ്പുറമാണ്. അപ്പോൾ ഇവിടെ പറയാണ്, നീ അങ്ങ് ഭഗവാനെ ജയിക്കുക. അല്ലയോ ഭഗവാനെ, അങ്ങ് ജയിക്കാനാ പറയണം, ഞാൻ ജയിക്കണ്ടേ? അപ്പോൾ അർത്ഥം മനസ്സിലായോ എന്താന്ന്? പരീക്ഷക്ക് കുട്ടി നന്നായി പരീക്ഷ എഴുതി 50-ൽ 50 വാങ്ങുമ്പോൾ കുട്ടിയല്ല ജയിക്കുന്ന, ടീച്ചറാണ്, അല്ലേ? മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഭഗവാൻ ജയിക്കണമെങ്കിൽ ഞാൻ ജയിക്കണ്ടേ? എൻ്റെ ജീവിതം സാർത്ഥകമാക്കുമ്പോഴാണ് ഇത് അരുളിയ ഭഗവാൻ ജയിക്കുക. അപ്പോൾ ഭഗവാന്റെ വിജയം എൻ്റെ വിജയമാണ്. ഭഗവാൻ സമസ്ത ചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഭഗവാൻ ജയിച്ചാൽ എല്ലാവരും ജയിച്ചു. നമ്മളിപ്പോൾ ഭഗവാൻ, അതും ഇപ്പോൾ നമ്മളിതിനകത്ത് ഗുരുവിനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവദശകം ചൊല്ലുന്നത്, അല്ലേ? ഗുരുവും ദൈവവും രണ്ടല്ല. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ. ആ മൂർത്തികൽപ്പനകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷെ ഒന്നാണ്. ശിവേവ ഗുരു സാക്ഷാത് ഗുരുരേവ ശിവസ്വയം ഉഭയോരന്തരം കിഞ്ചിത് ന ദ്രഷ്ടവ്യം മുമുക്ഷുഭിഹി. അതായത് ശിവൻ എന്നുള്ളതിന് ഇവിടെ പരബ്രഹ്മം എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. ശിവൻ തന്നെയാണ് ഗുരു, ഗുരു തന്നെയാണ് ശിവൻ. ഇവർ തമ്മിൽ ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഭഗവാനെ ജയിക്കുക എന്ന് പറയുമ്പോൾ ജഗദീശ്വരൻ തന്നെയാണല്ലോ ഒരു ഗുരുസ്വരൂപം എടുത്തുകൊണ്ട് ഈ ഏഴകൾക്കായിട്ട് ഇത് അരുളി ചെയ്തത്, അല്ലേ? അപ്പോൾ ഭഗവാനെ ഈ വാക്കുകൾ ഓതുന്ന മൊഴിയും ഗുരുവാണികൾ തന്നെയല്ലേ? അപ്പോൾ ഭഗവാനെ അങ്ങ് ജയിക്കുക. ഗുരുവിനെയോ അല്ലെങ്കിൽ ഗുരുവും ജഗദീശ്വരനും ഒന്നാണെന്ന ഭാവം വരുമ്പോൾ പിന്നെ ആരെയാണ് മനസ്സിൽ ഓർക്കേണ്ടത് എന്നുള്ള ചിന്ത നമ്മളെ കുഴക്കില്ല. എല്ലാതും ഒന്നാണെന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. എല്ലാം ഒന്നാണെന്ന്. നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന് പറഞ്ഞു. സൃഷ്ടിയും പിന്നെന്താ, സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയാന്ന് പറഞ്ഞു. മായയും മായാവിയും മായാവിനോദനും നീയാന്ന് പറഞ്ഞു. അപ്പോൾ നീയും ഞാനും ഒന്ന് തന്നെയല്ലേ? അപ്പോൾ നിന്റെ ജയം എൻ്റെ ജയം തന്നെ. അപ്പോൾ പറയുകയാണ്, ദൈവത്തിനെ പുകഴ്ത്തണമെങ്കിൽ നല്ല ഭക്തി ഉണ്ടാകണം, എന്നാലേ നമുക്ക് പുകഴ്ത്താൻ പറ്റുള്ളൂ. ഭക്തി വേണമെങ്കിൽ, നല്ല ശരിയായ ഭക്തനാകണമെങ്കിൽ ജ്ഞാനം വേണം. ഈശ്വരൻ എന്താണെന്ന് അറിയണം. ഈശ്വരൻ എന്താണെന്ന് അറിഞ്ഞാൽ ഒരിക്കലും ഈശ്വരൻ്റെ അടുത്ത് ചെന്നിട്ട് കേഴാൻ പോവില്ല. ദൈവമേ നിനക്ക് നീയും ഞാനും ഒന്ന് എന്നുള്ള ചിന്തയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് വരേണ്ടത്. നമ്മൾ ഒത്തിരി ഉയരണം കേട്ടോ. ദൈവദശകം പഠിച്ചു കഴിയുമ്പോൾ നമ്മളൊരു സാധാരണ ഭക്തനിൽ നിന്നൊക്കെ ഒത്തിരി മാറണം. എന്നിട്ട് പറയാണ്, അങ്ങ് ഭഗവാനെ ജയിക്കുക. ദൈവത്തെ അറിഞ്ഞ് അനുഭവിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് കേട്ടോ ദൈവദശകം. അറിഞ്ഞ് അനുഭവിക്കണം. ദൈവം എന്താണെന്ന് അറിഞ്ഞിട്ട് ആരാധന ചെയ്യണം. കാണുന്ന ഇടത്തൊക്കെ ദൈവത്തിനെ തേടി ഓടി നടക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം. അതെല്ലാം മാറ്റിയിട്ട് ദൈവം പ്രകാശിക്കുന്നത് നിന്നിൽ തന്നെയാണെന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ, എന്തു വലിയ അറിവായിരിക്കും അതെന്നറിയുമോ? നമ്മൾ തന്നെ ഒത്തിരി റിഫൈൻഡ് ആക്കപ്പെടുവാണ്. ഒത്തിരി നമ്മൾ തന്നെ മാറുവാണ് അങ്ങോട്ട്. എന്നിലാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്ന് അറിയുമ്പോൾ. അപ്പം അതിന് നമ്മൾ ഒത്തിരി ഉപാസന ചെയ്യണം, ഒത്തിരി അറിയണം. അപ്പോൾ ഇവിടെ പറയണം, ഭഗവാനെ ജയിക്കുക. ഭഗവാൻ, ഒരു വാക്ക് ഗുരു ഇവിടെ ഭഗവാൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി അത് ഹിന്ദുവിൻ്റെ പദമാണോ അങ്ങനെയൊന്നും സംശയിക്കേണ്ട. ഭഗവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഭഗങ്ങളുള്ളവൻ. ഭഗം എന്താന്ന് പറഞ്ഞാൽ എന്താ പറയുക, സമഗ്രമായ ഐശ്വര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഇതൊക്കെ ചേരുന്നതാണ്. 6 ഗുണങ്ങൾ ചേരുന്നതാണ്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ ശ്രിയം ജ്ഞാനവൈരാഗ്യോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീര്യതേ. വ്യാസമുനിയാണ് ഭഗവാനെ നിർവചനം തന്നത്. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആ വാക്ക്. അപ്പോൾ സമ്പൂർണമായ ഐശ്വര്യവും യശസ്സും വീര്യവും ജ്ഞാനവും വൈരാഗ്യവുമൊക്കെ ആർക്കാണോ ഉള്ളത് അവനാണ് ഭഗവാൻ എന്ന് പറയുന്നത്.
അതല്ലെങ്കിൽ ഉത്പത്തിഞ്ച വിനാശം ച ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സ ഭഗവാൻ. ജീവജാലങ്ങളുടെ ഉത്പത്തിയും പ്രളയവും ജനനവും മരണവുമെല്ലാം ആരറിയുന്നു? അവനാണ് ഭഗവാൻ. ഭഗവാൻ എന്ന പദത്തിൽ ഇത്രയൊക്കെ അർത്ഥങ്ങൾ പറയാം. വ്യാസമുനിയാണ് ഭഗവാനെ ഭഗങ്ങളുള്ളവനാണ് ഭഗവാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ അങ്ങ് ജയിക്കുക എന്നാണ് പ്രാർത്ഥന. അപ്പോൾ ഇത് ഭഗവാനെ അറിഞ്ഞ് ആ ശാശ്വതമായ ആനന്ദത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കൂടിയുള്ള പ്രാർത്ഥനയാണിത്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങു ഭഗവാനെ ജയിക്കുക. അപ്പം ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ, ഈശ്വരൻ്റെ സർവ്വവ്യാപിത്വമാണ്. ഈശ്വരൻ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നു. എന്നിലും നിന്നിലും സമസ്തയിലുമുണ്ട്. ഞാൻ കൊന്നിട്ട് പിന്നെ അട്ടഹസിച്ച് കളിയാക്കി ചിരിച്ചവൻ ഉണ്ടല്ലോ, അവൻ്റെ ഉള്ളിലും ഇരിക്കുന്നത് നിൻ്റെ ഉള്ളിലും ഇരിക്കുന്നത് ഒരേ ഒരു പൊരുളാണ്. അമ്മയെ വെട്ടിക്കൊല്ലുന്നവൻ്റെ അമ്മയുടെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും ഇരിക്കുന്ന ഒരേ പൊരുളാണ് അല്ലേ? അപ്പോൾ ഓരോരുത്തരുടെയും വാസന, മനസ്സിൻ്റെ വാസന അനുസരിച്ച് നമ്മളൊക്കെ ഓരോരോ അധമകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കുക, ഈശ്വരശക്തി അല്ലാതെ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ആ ഈശ്വരശക്തിയെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആർക്കും ആരെയും ദ്രോഹിക്കാൻ പറ്റില്ല. അറിയാം, പണ്ടൊക്കെ സ്കൂളുകളിലെ ടീച്ചർ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പുസ്തകം ഇല്ലാത്തവൻ്റെ പരിഭവം അടുത്തിരുന്ന് വിഷമിക്കുന്നത് കാണുമ്പോൾ, അടി പേടിച്ച് പരിഭവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ബുക്കെടുത്ത് അവൻ്റെ മുമ്പിലേക്ക് നീക്കി വെച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് അവന് വേണ്ടി അടി കൊള്ളുന്നൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അവന് വേണ്ടി അടി കൊള്ളുമ്പോൾ അടി കൊണ്ടവൻ്റെ കണ്ണിൽ നിന്നല്ല വെള്ളം വന്നത്, തൊട്ടടുത്തിരുന്ന കൂട്ടുകാരൻ്റെ കണ്ണിൽ നിന്നായിരിക്കും വെള്ളം വരുന്നത് അല്ലേ? പിന്നെ അവനെ ചേർത്ത് പിടിച്ച് നീ എൻ്റെ ചങ്കല്ലടാന്ന് പറയുന്ന ചങ്ക് ഫ്രണ്ട്സൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. സൗഹൃദങ്ങൾ, നല്ല നല്ല സൗഹൃദങ്ങൾ അല്ലേ? ഇപ്പോഴൊക്കെ നമ്മുടെ മക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല. മക്കളുടെ ഹൃദയങ്ങളിലേക്കൊക്കെ ഈശ്വരീയതയുടെ വെളിച്ചം കടന്നു വരട്ടെ. അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അവരെ നന്നായി വളർത്താൻ അവരുടെ അച്ഛനമ്മമാർക്ക് ഉൾവെളിവ് കൊടുക്കട്ടെ. ഈ സമൂഹത്തിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. അതിന് അധ്യാപകർക്ക് ശേഷിയും ത്രാണിയും നിയമം അനുസരിച്ച് കൊടുക്കട്ടെ, ദൈവം അനുസരിച്ച് കൊടുക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ദൈവദശകമൊക്കെ നമ്മുടെ മനസ്സുകൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നിത്യപ്രാർത്ഥനയായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ചാൽ, ഇതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞ് വിദ്യാലയങ്ങളിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അധമവാസനകളിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങൾ സത്യത്തിലേക്കൊക്കെ തിരിച്ചു വരുന്നൊരു കാലം വിദൂരമല്ല. അപ്പോൾ ഒന്നും കൂടെ 8ാമത്തെ ശ്ലോകം ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക. പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.